വെൽക്കം ടു സെക്കൻഡ് വീഡിയോ. ഇത് ഞങ്ങളുള്ളത് ദുബായിയുടെ ഐക്കോണിക് സെൻറ്റർ ആയിട്ടുള്ള ഗ്ലോബൽ വില്ലേജിലാണ്. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. സിറ്റ് ഓൺ. അപ്പോൾ പാട്ടൊക്കെ പാടി കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഗ്ലോബൽ വില്ലേജിലേക്ക്. അതെ, ഗ്ലോബൽ വില്ലേജിലേക്ക്. യുഎയിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോട്ടുകളിലൊന്നാണ് ഗ്ലോബൽ വില്ലേജ്. 90-ൽ പരം രാജ്യങ്ങളുടെ പല സംസ്കാരങ്ങളും അവരുടെ വൈവിധ്യങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ ആദ്യമായി പോയത് ഇന്ത്യയിലെ കാഴ്ചകൾ കാണാൻ തന്നെയാണ്. ഡ്രസ് സെക്ഷൻ്റെ ഏരിയയിലാണ്. ഇവിടെ ഇന്ത്യയിലെ പല കൾച്ചറിലുള്ള ഡ്രസ്സുകൾ അവൈലബിൾ. രാജസ്ഥാനി ചെരുപ്പുകൾ, രാജസ്ഥാനി ഡ്രസ് കോഡ് ഡ്രസ്സുകൾ, പിന്നെ എല്ലാം പല പല കൾച്ചറിലുള്ള ഡ്രസ്സുകളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു കളിപ്പാടങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു കട കണ്ടു. അപ്പോഴത്തേക്കും അപ്പോൾ ഒരു പമ്പരം എടുത്തിട്ട് കറക്കാൻ നോക്കി, പക്ഷേ ഏറ്റില്ല, പമ്പരം കറങ്ങിയില്ല. അതുകൊണ്ട് ആ ദൗത്യം ഞങ്ങൾ അവിടെ അവസാനിച്ച് അടുത്ത കടയിലേക്ക് ഞങ്ങൾ നടന്നു. പിന്നീട് ഞങ്ങൾ ഓരോരോ രാജ്യങ്ങളായിട്ട് കണ്ടു തുടങ്ങി. പവലിയനിലും ആ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പവലിയൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഏറ്റവും കൾച്ചർ എന്താണ്, അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് എന്താണെന്ന് പവലിയനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ജോർദാനിലാണ്. ജോർദാൻ്റെ പല പല ഫുഡ് ഐറ്റംസ് ഇവിടെ കണ്ടിട്ട് ഭയങ്കര മണമുണ്ട്. ആഫ്രിക്കയിലെ കാഴ്ചകൾ കണ്ട് നടന്നു വന്നപ്പോഴാണ് ഒരു ചേച്ചി ഷിയ ബട്ടറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെന്താ സാധനം ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി എൻ്റെ കയ്യിൽ ഷിയ ബട്ടറൊക്കെ തേച്ച് നല്ല സോഫ്റ്റ് ആക്കി തന്നിട്ടാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടത്. കഴിഞ്ഞ റഷ്യയിലെത്തിയപ്പോൾ തലയിൽ ചെടി കിളിച്ചിട്ടുള്ള കുറേ ഹിപ്പോപ്പൊട്ടാമസിനെയും തവളയൊക്കെ കണ്ടു. അപ്പം ഇത് 1 വർഷം വരെ ആ ചെടി അങ്ങനെ നിൽക്കുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. സത്യമാണോന്ന് അറിയില്ല, ഞങ്ങളത് സത്യമാണോ പരീക്ഷിക്കാൻ മേടിച്ചതുമില്ല. ഒരു ഓപ്പൺ സ്റ്റേജിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്കിറ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് നേരം അത് അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ജപ്പാനിലെത്തിയപ്പോഴത്തേക്കും അപ്പുവിന് ഇഷ്ടപ്പെട്ട ഒത്തിരി മിനിയേച്ചർ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് അപ്പു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഞാനൊരു മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങി കഴിച്ചു. അതിൽ മാംഗോയും റൈസും ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു, അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് കാർണിവൽ ഏരിയയിലേക്കാണ്. കാർണിവൽ ഏരിയ ഫുള്ള് ലൈറ്റും പലതരത്തിലുള്ള റൈഡും കൊണ്ട് കുട്ടികളെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു കാർണിവൽ ഏരിയ. അങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. പലതരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അട്രാക്ഷൻ.
ടെമ്പിൾ വില്ലേജ് കാഴ്ചകൾ ഇവിടെ അവസാനിച്ചു. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ. ബൈ ബൈ.